മുഖ്യത്വം കൊടുക്കുന്ന നമ്മുടെ കുട്ടികൾക്കാണ്. അപ്പൊ നമ്മുടെ കഴിവ്, സ്കിൽ ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് ഈ ഒരു ബാലജന സഖ്യത്തിന്റെ വേദിയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ ബാലജന സഖ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാലജന സഖ്യത്തിലെ സർഗോത്സവം പോലുള്ള പരിപാടികൾ നമ്മൾ പലവരും പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടുന്ന് നമ്മൾ കുറച്ചുപേരൊക്കെ സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നമുക്ക് ബാലജന സഖ്യം വിദ്യോദ്യമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ബാലജന സഖ്യത്തിൽ വിദ്യോദ്യയുടെ പങ്ക് എന്ന് പറയുന്നത് വലുതാണ്. കാരണം നമ്മുടെ ഈ ഒരു വർഷത്തില് നമ്മുടെ മേഖലയിൽ ഒരുപാട് അംഗങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് ഉണ്ട്. നമുക്ക് അഭിമാനിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ പോയതിലെ ഒരു യൂണിറ്റിന് 3 അംഗങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ മാത്രമായിരിക്കും. കാരണം ബാക്കിയെല്ലാം ഓരോ സ്കൂളിൽ നിന്ന് ഓരോ പേര് 2 പേരൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളാണ് 3 പേരായിട്ട് ഒരു സ്കൂളിൽ നിന്ന് പോയി. ഒളിഞ്ഞ റൂമിന് ഉള്ളിൽ പോയപ്പോ കുറേ അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. വയസ്സായ ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ഞങ്ങൾ മൊത്തം ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, എല്ലാവരെയും അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ടിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ ബേബി ജോസഫ് സാർ ഞങ്ങൾ 2 വാക്ക് സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു അമ്മൂമ്മനെയും ഒരു അപ്പൂപ്പനെയും ഞങ്ങൾ ക്ഷണിച്ചു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവർക്കും പീസ് ഓഫ് കേക്ക് ഒക്കെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ യൂണിറ്റ് മെമ്പേഴ്സിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ സമയത്തേക്കും തന്നെ 12:30 അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് തന്നെ അവർക്ക് ഫുഡൊക്കെ ഞങ്ങൾ സെർവ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ പഠിച്ചു വലുതാവണം, എന്നിട്ട് നല്ല ജോലി മേടിക്കണം, നല്ല ശമ്പളം ഉള്ള ജോലി നിങ്ങൾ മേടിക്കണം. പക്ഷെ അച്ഛനും അമ്മയും ഒരിക്കലും നിങ്ങൾ നോക്കാതെ ഉപേക്ഷിക്കരുത്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങൾ അച്ഛനും അമ്മയും നോക്കണം എന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണെന്ന് നമ്മുടെ പാലക്കാട് മേഖലാ സെക്രട്ടറി ആര്യപ്പി നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും നമ്മുടെ പുതിയ പാലക്കാട് നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് പ്രവർത്തനം ചെയ്യാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, പുതിയ പാലക്കാട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പുതിയ പാലക്കാട് വിളിക്കുകയാണ്. So here I'm going to announce our Vidyodaya unit office various of this year 2024-25. Okay, President Arya P. Vice President Adnan P. Secretary Anisha R. Joint Secretary Janisha F. Treasurer Agila F. Sema Viva Convener Sanjay F. Viva Convener Priya R. and Union Committee Usha R. വൈസ് പ്രസിഡന്റായ ഞാൻ, അഖില ബാലജന സംഘം വിദ്യോദയ യൂണിറ്റ് സെക്രട്ടറിയായ ഞാൻ, അഖില കേരള ബാലജന സംഘം വിദ്യോദയ യൂണിറ്റിലെ ജോയിന്റ് സെക്രട്ടറിയായ ഞാൻ, അഖില കേരള ബാലജന സംഘം വിദ്യോദയ യൂണിറ്റിലെ ട്രഷററായ ഞാൻ, അഖില കേരള ബാലജന സ്കൂളിന്റെ സേവന വിഭാഗം പഠിക്കുന്നതായ ഞാൻ, അഖില കേരള ബാലജന സംഘം വിദ്യോദയ യൂണിറ്റ് ബാലികാ വിഭാഗം കൺവീനറായ ഞാൻ, അഖില കേരള ബാലജന സംഘം വിദ്യോദയ യൂണിറ്റിന്റെ പ്രതിനിധിയായ ഞാൻ, എന്റെ എല്ലാ ഔദ്യോഗിക കൃത്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ചോളാമെന്നും എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ബാലജനസഖ്യ ഭരണഘടനയെയും നിയമങ്ങളെയും സംരക്ഷിച്ചുകൊള്ളാമെന്നും എന്റെ സമസൃഷ്ടങ്ങളായ ബാലജനതയുടെ ക്ഷേമൈശ്വര്യങ്ങൾക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചുകൊള്ളാമെന്നും ഇതിനാൽ ദൈവനാമത്തെ പ്രതിജ്ഞ ചെയ്യുന്നു. ബാലജന സഖ്യത്തിന്റെ 2024-25 എല്ലാ ഭാരവാഹികളെയും ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വർഷം നന്നായി പ്രവർത്തിക്കാനും അതുപോലെ സർഗോത്സവം പോലെയുള്ള വേദികളിൽ പിന്നിൽ തിളങ്ങാനും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നമ്മുടെ വിദ്യോദയ യൂണിറ്റ് രൂപീകരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ച പാലക്കാട് മേഖലയിലെ സെക്രട്ടറിയായ ആര്യ ചേച്ചിക്ക് എന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.
അതുപോലെ തന്നെ പാലക്കാട് മേഖലയിലെ മറ്റ് ഭാരവാഹികളായ അഖില ചേച്ചിക്കും ദൃശ്യ ചേച്ചിക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ സുകുമാർ സാർക്കും അഗത ടീച്ചർക്കും മറ്റ് എല്ലാ യൂണിയൻ ഭാരവാഹികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ അധ്യാപകർക്കും എന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയപൂർവ്വമായി നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ അഖില കേരള ബാലജന സഖ്യം വിജയോദയ യൂണിറ്റ് 2024-25 എന്ന ഈ പരിപാടിയുടെ ഔദ്യോഗികമായി കഴിഞ്ഞ വിവരം ഞാൻ എല്ലാവരും അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു.